സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ റീട്രേസ് ലൈൻ, അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ LOTയിൽ മാക്സിമം ബ്രൈറ്റ് ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ്, എന്നിട്ട് പോലും ഇവിടെ ആ ഒരു ലൈന് മാറുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ആ ബ്ലൂ ബാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഗ്രെയിൻസ് ആണ് വന്ന് നിൽക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറിൽ റീട്രേസ് ലൈൻ, ഒരുപാട് ലൈൻസ് ആണുള്ളത്. അപ്പോൾ കംപ്ലൈൻ്റ് ആണ് ഇത്. ബോർഡിൽ അല്ലെങ്കിൽ ബേസ് ബോർഡിൽ എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു റീട്രേസ് ലൈൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സംഭവം എന്താണ് ഈ ഗ്രെയിൻസ് വരാതെയും ബ്ലൂ ബാക്ക് വരാതെയും ഇങ്ങനെ വന്ന് ഈ ലൈൻ മാത്രമായിട്ട് നിൽക്കുന്നത്. ബോർഡ് ചെക്ക് ചെയ്ത ബോർഡിനാണ് ഫോൾട്ട്. LOTയിൽ 200 വോൾട്ട് ഇതാ ഒരു റെസിസ്റ്റർ ഡയോഡ് വഴി കയറി ഈ ഒരു പ്രിൻ്റിലെത്തി ഇതാ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോകും. ഇപ്പുറത്തോട്ട് പോയിട്ട് നേരെ ബേസ് ബോർഡിലോട്ടാണ് പോകുന്നത്, ഒരു വയർ വഴി. അപ്പോൾ ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റിയ ഒരു കമ്പി ഇവിടെ തുരുമ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് കട്ടായി. ഓക്കെ, അപ്പോൾ ഈ ഒരു 200 വോൾട്ട് ഇപ്പുറത്തോട്ട് വരുന്നില്ല, അവിടെ വന്നങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം 200 വോൾട്ട് ബേസ് ബോർഡിൽ എത്താത്തതുകൊണ്ടാണ് റീട്രേസ് ലൈൻ വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വയർ ഇട്ടിട്ടുണ്ട് ഈ ഒരു 200 വോൾട്ട് ബേസ് ബോർഡിലെത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഒരു വയർ അടിച്ച് കൊടുത്തിട്ടുണ്ട്, സോൾഡർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഈ ഒരു 200 വോൾട്ട് ബേസ് ബോർഡിലോട്ട് എത്തിക്കോളും. പിന്നെ ചില ടി വികൾ ഈ 200 വോൾട്ട് ബേസ് ബോർഡിൽ എത്തിയാലും തന്നെ ശരിയാവത്തില്ല, അത് വേറെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രിൻ്റ് ബ്രേക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് പ്രിൻ്റ് ബ്രേക്ക് കണ്ടുപിടിച്ചത്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ടി വി ഓൺ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഗ്രെയിൻസൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഗ്രെയിൻസ് വന്നിട്ടുണ്ട്, ആ റീട്രേസ് ലൈൻ മാറി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.